ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും മല്ലു പഞ്ചാബി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പനീർ ബുർജിയാണ്. പനീറും നമ്മൾ വീട്ടിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പാല് 1.5 കിലോ പാലെടുത്തിട്ട് ലിറ്റർ പാലെടുത്തിട്ട് അതിൽ നമ്മൾ നാരങ്ങ ഒഴിച്ചിട്ട് അതിനെ നമ്മൾ പിരിക്കും. എന്നിട്ടാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നത്. അതും നോക്കാം. പിന്നെ അതിനുശേഷം അതുകൊണ്ട് പനീർ ബുർജി എന്ന് പറയും. അത് നല്ലതാണ് കേട്ടോ, നമ്മുടെ മസാലക്കറി മാതിരിയാണ്. പക്ഷേ കറിയായിട്ടല്ല, കുറച്ചത് ഡ്രൈ ആണ്. ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പിന്നെ നമ്മളിപ്പോൾ സാൻഡ്വിച്ചിലൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കത് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ. പിന്നെ അതുകൂടാണ്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. വളരെ സബ്സ്ക്രിപ്ഷൻ കുറവാണ് എനിക്ക്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ആസ്ക് യുവർ ഫ്രണ്ട്സ് ടു സബ്സ്ക്രൈബ് ഓൾസോ. താങ്ക് യു സോ മച്ച്. നമുക്ക് പോവാം, വീഡിയോയിലേക്ക് നോക്കാം എങ്ങനെയാണ് പനീർ ബുർജി ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ അണ്ട ബുർജി എന്നൊക്കെ പറയും, അതായത് മുട്ട ഉണ്ടാക്കുന്ന ഒരു അതുമാതിരിയാണ് ഇതും പനീർ ബുർജി. നമുക്കെന്താ നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. വരൂ കേട്ടോ. തന്നെയാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോൾ ഒരു 1.5 കിലോ പാലുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മുഴുവനായിട്ടുള്ള ലെമൺ ഇടാം കേട്ടോ. ഇനി നമുക്കതിനെ ഒന്ന് തിളപ്പിക്കാം. ഓക്കെ, വേറെ ആവും കേട്ടോ, തിളക്കട്ടെ ഒന്ന്. നമ്മുടെ ഈ സിറുക്ക ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പനീരാവും. പക്ഷേ ഇവിടുത്തെ രാജൻജിക്ക് അത് അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ലെമൺ ഇട്ടിട്ട് തന്നെയാണ് അതിനെ ഇതാക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാം. നമ്മൾ ആ സിറുക്ക ഇട്ടതാണെങ്കിൽ കുറച്ചും കൂടി നല്ലോണം ഇത് നമുക്ക് കിട്ടിയായിരുന്നു. എൻ്റെ എവിടെയാണ് വലിയ അരിപ്പ് എവിടെ വെച്ചു മറന്നു വെച്ചു, എവിടെ വെച്ചെന്ന് പറഞ്ഞില്ലേ. ഓണുണ്ട് പനീർ. ശരിക്കും ഇത് നമ്മളൊരു തുണിയിൽ കെട്ടിയിട്ട് ആക്കാനും മതി കേട്ടോ. തുണിയിൽ കെട്ടിയിട്ട് നോക്കാം അല്ലേ. ഓക്കെ, ഇതൊരു കോടി മുണ്ടായിരുന്നു. നമുക്ക് ഒരു മുണ്ടിൽ വെച്ച് നോക്കാം. ഓക്കെ, പിഴിഞ്ഞെടുക്കാം. ഓക്കെ, കുറച്ച് ചൂട് കൂടുതലാണ്. നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനേ. കെട്ടി വയ്ക്കാം, വെള്ളമൊക്കെ ഒന്ന് ഇതാവട്ടെ. ഇതിങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു കല്ലോ അല്ലെങ്കിൽ ചപ്പാത്തി പളയോ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്ക്വയറായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് ബുർജിക്ക് സ്ക്വയറായിട്ട് വേണ്ട, നമുക്കത് പൊടിഞ്ഞിട്ടാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഇവിടെ ഡൽഹി ഫേമസ് ആയ ഒരു പനീർ ബുർജിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പഞ്ചാബികളുടെ വളരെ ഫേമസ് ആണ് ഈ ഡിഷ്. ബുർജി എന്ന് പറയും, അതായത് നമ്മൾ അണ്ട ബുർജി എന്ന് പറയും. അതായത് നമ്മൾ മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ആ കൊത്തി വറുത്തതുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബുർജി എന്ന് പറയുന്നത്. അതുമാതിരി ഇത് പനീർ ബുർജിയാണ്. ഓക്കെ, അപ്പോൾ പനീർ ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് ഒരു പനീർ ബുർജി ഉണ്ടാക്കാം. പനീർ ബുർജി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് ഒരു 3 ടൊമാറ്റോ,
2-3 സവാള, ഒരു 2 പച്ചമുളക്, പിന്നെ കുറച്ച് നമുക്ക് ഗാർലിക്കിൻ്റെയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാം. ഓക്കെ, ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അധികം എണ്ണ ഒഴിക്കണ്ട കേട്ടോ. റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം, പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പാടില്ല. അപ്പം അതിൻ്റെ ആ ഒരു ഒതൻറ്റിസിറ്റി പോവും. ഓക്കെ, നമ്മൾ അതിന് ശേഷം നമുക്കൊരു കുറച്ച് ജീരകം ഇടാം. നമുക്ക് ആദ്യം കുറച്ച് ജീരകം ഇടാം. ഓക്കെ, ജീരകം ഇതായി. നമ്മൾ സവാള 3 എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വേറെ ചേരുവകളൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ നമുക്ക് കുറച്ചധികം ഇടണം. ചെറിയ സവാളകളായിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ സവാളയാണെങ്കിൽ അപ്പോൾ നമുക്ക് 2 ഇട്ടാലും മതി. പിങ്ക് നിറമാവുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റാം. ഇത് നമുക്ക് ഒന്ന് വഴറ്റി വരുന്ന വരെ ഒന്ന് വഴറ്റാം കേട്ടോ. വഴറ്റി വന്നാൽ നമുക്ക് കുറച്ചും കൂടി ആയിക്കോട്ടെ. നമ്മളെപ്പോഴും സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, നല്ല അടി കട്ടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇത് നല്ലോണം ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്. ഈ ഒരു സ്പൂണിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട, അപ്പോൾ ഞാൻ കുറച്ച് എരിവ് ഉപയോഗിക്കുന്നുള്ളൂ. മസാലയൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞു. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ പച്ചമുളകും പിന്നെ ടൊമാറ്ററും ഇടാം കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വെറും 10 മിനിറ്റ് മതി. അതുകൊണ്ടാണ് ഇതൊരു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ്. എന്താ വെച്ചാൽ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളമൊന്നുമില്ല. നമുക്കിത് വെള്ളം ഒട്ടും ചേർക്കില്ല. നമ്മൾ ഈ ടൊമാറ്ററിൻ്റെ എന്താണ് ആ രസം ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ പതുക്കെ സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവാൻ അനുവദിക്കാം. നമ്മൾ മസാല ഉണ്ടാക്കില്ലേ, പ്രോൺസിൻ്റെയും ഒക്കെ മസാലക്കറി ഉണ്ടാക്കില്ല, അത് മാതിരി വിചാരിച്ചാൽ മതി. നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. എന്ന് വെച്ചാൽ അതായത് ഒരു സ്ക്വയർ അതിൻ്റെ മുകളിൽ വല്ല സ്ക്വയറായിട്ട് വെച്ചത് വെച്ചാൽ അത് അങ്ങനെ തന്നെ ആയിരുന്നു. നോക്കൂ, നല്ല പനീറുണ്ടായി. ഇത് വീട്ടിലുണ്ടാക്കിയ പനീരാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ അവർ ഹെൽത്ത്. നമ്മളെപ്പോഴും ഒരു ഹെൽത്ത് വേഷനിൽ പോകണം. മറ്റേത് പുറത്തുനിന്ന് വാങ്ങുന്ന പനീരുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അതിന് മായമൊക്കെ ചേർത്തതാണ്. കുട്ടികൾക്കൊന്നും കൊടുക്കാൻ ഒട്ടും നന്നല്ല. പറ്റുമെങ്കിൽ 1 കിലോ പാലേ വേണ്ടു. ഇപ്പം നമ്മുടെ അവിടെയൊക്കെ ഈ ഫുൾ ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിലും കൂടുതൽ കിട്ടും. ഞാൻ ഉപയോഗിച്ചത് ടോണ്ട് മിൽക്കാണ്. എന്നിട്ട് ഇത്ര മാത്രം പനീറുണ്ടായിരുന്നു. ഓക്കെ, സോറി കേട്ടോ, ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദം. അപ്പോൾ ഇത് നമ്മൾ ഇത്ര മതി. നമുക്കിപ്പോൾ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള, 2 പേരല്ല 3 പേർക്ക് കഴിക്കാം, 3-4 പേർക്ക് കഴിക്കാം. ഓക്കെ, ഇതിങ്ങനെ പൊടിച്ചിടാം. ഇതിന് ഷേപ്പ് വേണ്ട ആവശ്യമില്ല. അപ്പം ഷേപ്പുള്ള പനീരാണ് നമുക്ക് കിട്ടിയച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കിവിടെ ഷേപ്പില്ലാതെ നമ്മളിങ്ങനെ വയ്ക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇതായി. ഓക്കെ, നമുക്കിതിലേക്ക് പനീരിടാം. പനീർ നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് വെറുതെ ചേർത്താൽ മാത്രം മതി. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയാണ്. ഇതാണ് നമ്മുടെ പനീർ ബുർജി. ഇതിലേക്ക് കുറച്ച് നമുക്ക് മല്ലിയില ഇടാം, അത്രയേ ഉള്ളൂ.
മല്ലിയില വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ തൈറോയ്ഡൊക്കെ അസുഖമുള്ളവർക്ക് മല്ലിയുടെ ഇലയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പനീർ ബുർജി ഈസ് റെഡി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കമൻ്റ് അയക്കാൻ മറക്കരുത്. ഓക്കെ, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനും പിന്നെ നമുക്ക് ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു മെയിൻ ഡിഷായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. ഓക്കെ, പനീർ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് കുറവോ കൂട്ടോ ചെയ്യാം. ഓക്കെ, പനീർ വളരെ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. ഏറ്റവും നല്ലതാണ്. ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും, എല്ലാ ഏജിലത്തെ ആൾക്കാർക്കും വളരെ നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പനീരായത് കാരണം ഇറ്റ് ഈസ് മോർ ഹെൽത്തി. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ. അങ്ങനെ എൻ്റെ ഹെൽത്തി ലഞ്ച് റെഡിയായി. ചപ്പാത്തി, പനീർ ബുർജി, ഒരു ലസ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ മോരും വെള്ളത്തിനാണ് പറയുന്നത് കേട്ടോ.